ഒരു സിനിമ പാൻ ഇന്ത്യൻ സിനിമയായി മാറി അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ ലെവൽ വിജയിച്ചു എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും അതിൻ്റെ ഹോം ടൗൺ അല്ലെങ്കിൽ ഹോം സ്റ്റേറ്റിലല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലും കൂടിയും കളക്ഷൻ നേടുമ്പോഴാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് കർണാടക സ്റ്റേറ്റിലെ കളക്ഷനെ കുറിച്ച് പറയാനാണ്. അതായത് എല്ലാ ഭാഷകളും കർണാടകയിൽ റിലീസായ സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലെയും ടോപ്പ് ഗ്രോസേഴ്സായ കുറച്ച് സിനിമകളെ കുറിച്ചാണ്. കർണാടക എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ശരിക്കും നമ്മുടെ ഒരു കേരളം പോലെയോ അല്ലെങ്കിൽ കേരളത്തിനെക്കാട്ടും ഒരു ചെറിയ ഒരു ഇൻഡസ്ട്രി ആയിരുന്നു അത്. ഇപ്പോൾ കുറച്ചും കൂടി വലിയൊരു ഇൻഡസ്ട്രിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഏകദേശം നമ്മുടെ കേരളം പോലെയൊക്കെ തന്നെയായിരുന്നു അവിടുത്തെയും കളക്ഷൻസ് ഒക്കെ വന്നിരുന്നത്. അപ്പോൾ കർണാടകയിലെ കളക്ഷനെ കുറിച്ച് പറയുമ്പോൾ അതിൽ കന്നഡ സിനിമകൾ ടോപ്പ് ആയിട്ടുള്ളൊരു 3 ഗ്രോസേഴ്സ്, അതായത് 3 സിനിമകൾ. അതിലൊരു ടോപ്പായിട്ട് നിൽക്കുന്നത് കാന്താര ചാപ്റ്റർ 1 259 കോടി, KGF ചാപ്റ്റർ 2 185 കോടി, കാന്താര 181 കോടി. അതായത് കർണാടകയിലെ തിയേറ്ററുകളിൽ നിന്നും അവിടുത്തെ തിയേറ്ററുകളിൽ നിന്നും കളക്ട് ചെയ്ത, അതായത് കന്നഡ സിനിമകൾ കർണാടകയിലെ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാം KGF എന്ന് പറയുന്നത് ചാപ്റ്റർ 2 വലിയ ഒരു ലെവലിൽ വിജയം വന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 1000-ന് മുകളിലൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള കോടികളൊക്കെ കളക്ട് ചെയ്തു. നമ്മുടെ കേരളത്തിൽ നിന്ന് വരെ ഏകദേശം 77 കോടി രൂപ കളക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ അവരുടെ ഹോം ടൗണിൽ ഇത്രയാണ് അവരുടെ കളക്ഷൻ. അതായത് ആ ഒരു ഹോം ടൗണിലെ കളക്ഷൻ ഇത്രയാണ് വന്നത് KGF-ൻ്റെ. പക്ഷേ അപ്പോൾ വേൾഡ് വൈഡ് എത്രത്തോളം, അതായത് ശരിക്കും ഒരു പാൻ ഇന്ത്യൻ എന്ന് പറയുന്ന ലെവലിൽ KGF മാറിയത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യയിലെ കളക്ട് ചെയ്തുകൊണ്ടും ഓവർസീസൊക്കെ കളക്ട് ചെയ്തതും കൊണ്ടാണ്. അത് KGF ചാപ്റ്റർ 2 2ാമത്തെ പൊസിഷനാണ്. ഞാൻ KGF-നെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. KGF ആണ് ശരിക്കും ഒരു കന്നഡ സിനിമേനെ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ കമേഴ്ഷ്യൽ വൈസിൽ വളർത്തിയത്. കാരണം അതുവരെ കന്നഡ സിനിമകൾ കന്നഡയിൽ മാത്രം ഒതുങ്ങുന്ന, എനിക്ക് തോന്നുന്നു കന്നഡയിൽ 100 കോടിയൊക്കെ കളക്ട് ചെയ്ത സിനിമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പുനീത് രാജ്കുമാറിൻ്റെ സിനിമയാണ് തോന്നുന്നു, എക്സാക്ട്ലി എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ചെറിയ രീതിയിലൊക്കെ ഇടയ്ക്കൂടെ ബോക്സ് ഓഫീസുകൾ വരാറുണ്ട്. പക്ഷെ അതൊക്കെ കർണാടകയിൽ മാത്രം ഒതുങ്ങുന്ന തരത്തിലാണ് വരാറുള്ളത്. അതൊന്ന് പുറത്തോട്ട് വന്നൊരു പാൻ ഇന്ത്യൻ ലെവലിൽ നമ്മൾ ഈ പറഞ്ഞ കോടികൾ 500 കോടി 1000 കോടിയൊക്കെ എത്തിച്ചത് KGF ആണ്. അതിനുശേഷമായിരുന്നു കാന്താരയും കൂടി വന്നത്. അപ്പോൾ കാന്താരയും വന്നു കഴിഞ്ഞപ്പോൾ കന്നഡ ഇൻഡസ്ട്രിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബൂസ്റ്റ് കിട്ടി. ഇതിൽ കാന്താര ചാപ്റ്റർ 1 ഇപ്പോൾ റീസെൻ്റായി ഇറങ്ങി കാന്താരയാണ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത, കർണാടകയിൽ കളക്ട് ചെയ്ത. അത് 259 കോടി രൂപ, നമുക്ക് 260 കോടി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഏകദേശം കാന്താരയും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു 4 ഇരട്ടിയാണ് വേൾഡ് വൈഡ് ഗ്രോസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതും നമ്മുടെ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ്. പിന്നെ ആദ്യത്തെ കാന്താര ഫസ്റ്റ് ഇറങ്ങിയ കാന്താര അത് 181 കോടി രൂപയാണ്. അപ്പോൾ എനിക്കൂടെ കമ്പാരിറ്റീവ്ലി KGF-നെ വെച്ച് നോക്കുമ്പോൾ KGF 1 ഈ ടോപ്പ് 3-ലില്ല. അപ്പോൾ KGF-നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കാന്താര ഫ്രാഞ്ചൈസി തന്നെയാണ് കർണാടകയിൽ അവിടുത്തെ പ്രേക്ഷകർ കൂടുതൽ അംഗീകരിച്ച്. അതൊരു പക്ഷേ KGF എന്ന് പറയുന്നത് കുറച്ചും കൂടി വേറൊരു ക്യാൻവാസിലുള്ള ഒരു കന്നഡ കൾച്ചർ പറയുന്ന സിനിമയൊന്നുമില്ലല്ലോ. അപ്പം പക്ഷേ കാന്താര എന്ന് പറയുന്നത് അവരുടെ കൾച്ചറും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കൂടിയായിരിക്കും കൂടുതൽ അവരെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത്. പിന്നെ തെലുങ്ക് സിനിമകൾ കർണാടകയിൽ നിന്ന് കളക്ട് ചെയ്തത് നമ്പർ 1 എന്ന് പറയുന്നത് ബാഹുബലിയാണ്. ബാഹുബലി 2 130 കോടി, പുഷ്പ 2 95 കോടി, ബാഹുബലി 1 85 കോടി. അപ്പോൾ ഇതിൽ 2 ബാഹുബലിയും അവിടെ ഭയങ്കരമായിട്ട്, ബാഹുബലി 2ഉം ഈ പറഞ്ഞ പോലെ 1000 കോടിക്ക് മുകളിലൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള സിനിമകളാണ് വേൾഡ് വൈഡ്. അതിലെ ഒരു 10% കർണാടകയിൽ. ബാക്കിയെല്ലാം അവരുടെ ഹോം ടൗണും തെലുങ്കുന്നും മറ്റ് സംസ്ഥാനം നമ്മുടെ കേരളത്തിൽ നിന്നും ഒക്കെ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പുഷ്പ 2 നമുക്കറിയാം, അതും ഭയങ്കരമായിട്ട് അത് ഈ ഹിന്ദിയിൽ തന്നെ റിലീസ് ചെയ്തിട്ട്, അതായത് പുഷ്പ 2ൻ്റെ ഹിന്ദി ഡബ് അവിടെ ഒരു ഇൻഡസ്ട്രി ഹിറ്റായി വരെ മാറിയിരുന്നു. പിന്നീട് അതിൻ്റെ കളക്ഷനൊക്കെ മറ്റ് സിനിമകളൊക്കെ വന്നിട്ട് ഇപ്പോൾ കടത്തി വെട്ടിയിട്ടുണ്ട്. പക്ഷേ പുഷ്പ 2നെ നമ്മളപ്പോൾ അതിൻ്റെ അംഗീകരിച്ചേ പറ്റുള്ളൂ. പിന്നെ ബാഹുബലി 1 ആണ്. അപ്പോൾ ഈ ബാഹുബലിയാണ് ഈ പറഞ്ഞ പോലെ തെലുങ്ക് സിനിമേനെ വേറൊരു തരത്തോട്ട് പാൻ ഇന്ത്യൻ ലെവൽ. അതിന് മുമ്പ് 90കളൊക്കെ ചിരഞ്ജീവിയൊക്കെ തുടങ്ങി വെച്ചെങ്കിലും ബാഹുബലി വന്നപ്പോൾ രാജമൗലിയാണ് അതിനൊരു വേറെ തരത്തോട്ട് കൊണ്ടിച്ചത്. അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് പ്രഭാസ് എന്ന് പറയുന്ന ഒരു നടനാണ്. പിന്നെ തമിഴ് സിനിമകൾ, അത് ആണ് വളരെ കുറച്ച് രസകരമായിട്ടുള്ളത്. അതായത് തമിഴിലെ കർണാടകയിലെ 3 ടോപ്പ് ഗ്രോസേഴ്സ്, ഫസ്റ്റ് ജയിലർ, പിന്നെ 2.0 യന്ത്രൻ 2.0, കൂലി, 3 രജനീകാന്ത് സിനിമകളാണ്. ഇതിൽ ജയിലറിൻ്റെ കളക്ഷൻ 71.5 കോടി, 2.0 54 കോടി, കൂലി 45 കോടി. ഇതിൽ ജയിലറും നമുക്കറിയാം ഏകദേശം 600 കോടിക്ക് മുകളിലാണ് ജയിലറിൻ്റെയും വേൾഡ് വൈഡ് കളക്ഷൻ. ഈ 600 കോടിയിലും ഒരു ചെറിയൊരു ശതമാനമേ ഉള്ളൂ, ഒരു 10% ഉള്ളൂ കർണാടകയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. യന്ത്രനും ഇതുപോലെ തന്നെ 2.0 എനിക്ക് തോന്നുന്നു 650 കോടിക്ക് ഇരുന്ന അതിൻ്റെയും വേൾഡ് വൈഡ് കളക്ഷൻ. അതിൽ 54 കോടി, കൂലി 45 കോടി.
അപ്പോൾ കൂലി ശരിക്കും ബോക്സ് ഓഫീസിൽ ലാഭമാണോ അല്ലയോ എന്ന് അറിയാൻ അല്ലെങ്കിൽ ഭയങ്കര ബഡ്ജറ്റായിരുന്നു. പക്ഷേ 500-600 കോടി രൂപ അതും കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ 45 കോടിയേ ഉള്ളൂ ഈ പറയുന്ന കർണാടകയിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് രജനീകാന്ത് എന്ന് പറയുന്ന ഒരു നടന് കർണാടകയിലുള്ള ഒരു മാർക്കറ്റാണ്. കാരണം മറ്റ് സിനിമകൾ നമ്മളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കാന്താരയും KGF ഉണ്ട്. ടോളിവുഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രഭാസും അല്ലു അർജുനും ഉണ്ട്. ഇതിൽ പക്ഷേ തമിഴിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിലെല്ലാം രജനീകാന്ത് തന്നെയാണ്. അതിൽ വിജയില്ല. തമിഴ്നാട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ശരിക്ക് രജനിക്ക് ഒപ്പല് രജനിക്ക് മുകളിലോ ടോപ്പ് ഗ്രോസർ ആവുന്നത് ഇപ്പോൾ വിജയാണ്. പക്ഷേ കർണാടകയിൽ വന്നു കഴിഞ്ഞാൽ അത് രജനീകാന്തിൻ്റെ മാർക്കറ്റാണ് എന്നുള്ളത് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ മലയാള സിനിമകൾ, മലയാളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മഞ്ഞുമൽ ബോയ്സ് ആണ്. 15 കോടി രൂപ, 15-ന് മുകളിലുണ്ട്, 16 കോടിക്ക് അടുത്തുണ്ട്. ലോക 15 കോടി, എമ്പുരാൻ 12.5 കോടി. അപ്പോൾ നമ്മൾ മറ്റ് ഭാഷകളെല്ലാം എടുത്തു നോക്കുമ്പോൾ കളക്ഷൻ വൈസ് ശരിക്ക് മലയാള സിനിമ വളരെ കുറവാണ് അവിടെ കർണാടകയിൽ കളക്ട് ചെയ്തിട്ട്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സും 250 കോടിയുടെ അടുത്തൊക്കെ കളക്ഷൻ നേടിയിട്ടുള്ള ഒരു സിനിമയിൽ വേൾഡ് വൈഡ്. പക്ഷേ അതിൻ്റെ ചെറിയൊരു എനിക്കിവിടെ തമിഴ്നാട്ടിലാണ് ശരിക്കും, കേരളം കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിൽ നിന്നാണ് മഞ്ഞുമൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കർണാടകയിലും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 2 ഡിജിറ്റ് കളക്ഷൻ എത്തുക എന്ന് പറയുന്നതും ഒരു വലിയൊരു കാര്യം തന്നെയായിരുന്നു. പിന്നെ ലോക അതുപോലെ തന്നെ 15 കോടി, ഈ എമ്പുരാന് 12 കോടി. അപ്പോൾ എന്തായാലും എമ്പുരാൻ മോഹൻലാൽ സിനിമയാണ്, പൃഥ്വിരാജ് സംവിധാനം ചെയ്ത സിനിമയാണ്. പക്ഷേ മറ്റു രണ്ടും നോക്കുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കര സ്റ്റാർസും ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ അപ്പോൾ കർണാടകയിൽ ഒരു 2 ഡിജിറ്റ് പോലും ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ല. ഈ പറയുന്ന 3 സിനിമകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും നമ്മൾ മലയാള സിനിമ കുറച്ചുകൂടി സഞ്ചരിക്കുമായിരിക്കും. കാരണം ഇപ്പോൾ ലോകയും മഞ്ഞുമൽ ബോയ്സൊക്കെ ഒരു ഓപ്പണിംഗ് അവിടെ മലയാള സിനിമയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം അവിടേക്ക് തിയേറ്റേഴ്സൊക്കെ എത്ര കിട്ടുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അവിടുത്തെ. നമുക്കറിയാം കർണാടകയിലും പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ ഒരുപാട് മലയാളി ഓഡിയൻസ് ഉണ്ട്. പക്ഷേ അവരൊക്കെ തിയേറ്ററിൽ പോയി സിനിമകൾ കണ്ടാൽ മാത്രമേ കളക്ഷൻ വരുള്ളൂ. ഒരുപക്ഷെ തമിഴന്മാരും അല്ലെങ്കിൽ ആന്ധ്രക്കാരും ഒക്കെ അവിടെ ഉള്ളവർ കൂടുതൽ തിയേറ്ററിൽ പോയി കാണുന്നതുകൊണ്ട് തന്നെയായിരിക്കാം കളക്ഷൻസ് വരുന്നത്. മലയാളികൾ കൂടുതൽ തിയേറ്ററിൽ പോയി കണ്ടാൽ കൂടുതൽ കളക്ഷൻസ് വരും. അപ്പോൾ എന്തായാലും കുറച്ച് രസകരമായിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയത് കളക്ഷൻ. പ്രത്യേകിച്ച് തമിഴ് എടുത്തു കഴിഞ്ഞാൽ അത് രജനീകാന്തിൻ്റെ ഒരു കുത്തകയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലും രജനീകാന്തിനാണ് വിജയിനെക്കാട്ടും കൂടുതൽ. വിജയ്ക്ക് തമിഴ്നാട് കഴിഞ്ഞാൽ പിന്നെ കേരളമാണ്. മറ്റുള്ള സ്ഥലങ്ങളിൽ രജനി കഴിഞ്ഞിട്ട് തന്നെ വിജയുള്ളൂ. രജനിയും വിജയനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അജിത്താണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട്ടിൽ മാത്രമാണ്. അജിത്തിന് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഈ രജനിയും വിജയൊക്കെ കഴിഞ്ഞിട്ടുള്ള കളക്ഷൻസൊക്കെ കിട്ടാറുള്ളൂ. അപ്പം എന്തായാലും ഈ പറഞ്ഞ പോലെ കളക്ഷനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ പാൻ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു തരത്തിൽ മലയാള സിനിമ കുറച്ചുകൂടി സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് തരം സിനിമകൾ ചെയ്യണം, എന്താണ് കളക്ഷൻ കൂട്ടാനുള്ള ഒരു എന്താ പറയുക വഴികൾ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നണം. അത് നിങ്ങൾ നമുക്ക് കമൻറ്റ് ചെയ്യാം.